ബെല്ലടിക്ക് ഫാത്തിമ. കളക്ടറെ, നിങ്ങളെന്താ ഞെട്ടുന്നത്? ഞമ്മളെ കണ്ടിട്ടാണ്. ആ, അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ നിങ്ങൾ ഞെട്ടി മയ്യത്താവുമല്ലോ അല്ലേ? എന്താണോ ഇത്ര വലിയ കാര്യം? കാര്യം എന്താണെന്നോ, നിങ്ങളെ കാണാതായ മോള് പൂജേനെ, ഓളെ പിന്നാലെ മണപ്പിച്ച് നടക്കുന്ന ആദിത്യൻ എന്ന ചെക്കനെ ഞമ്മളെ ഫാത്തിമ ഒരുമിച്ച് കണ്ടിരിക്കുന്നു. മോട്ടോർ സൈക്കിൾ മെക്കാരി രണ്ടുപേരും മുട്ടി ഒരുമി ഇരുന്ന് ജോറായിട്ട് പറക്കണ്. നിങ്ങളെന്താ വീട്ടുകാരെ ഞെട്ടാത്തത്? ആ പെങ്ങളെ മോളെ കാണാതായി പോയി നിങ്ങൾ പറഞ്ഞത് നുണയാണോ? അല്ല, അപ്പോ നിങ്ങളെ ഒത്താശയോട് കൂടിയാണോ ഓളെ ഓന്റെ കൂടെ അയിഞ്ഞാടാൻ വിട്ട്? വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? നിങ്ങളല്ലേ അവളെ പിടിച്ചു തന്ന പണം തരാമെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞത്? അത് പിന്നെ എന്റെ മോളെ തിരിച്ചു കിട്ടാൻ ഞാൻ പലതും പറഞ്ഞിരിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട് ഫാത്തിമ? ഞമ്മള് പറഞ്ഞില്ലേ ഇയാള് വെറും ഉഡായിപ്പാണെന്ന്. ശ്രീനി വേണ്ട, ഇവരോട് ഞാൻ സംസാരിച്ചോളാം. ഇത്രയും കാലം നിങ്ങൾ സംസാരിച്ചിട്ട് ഒരുത്തേൽ എത്താത്തത് കൊണ്ടാ ഞമ്മക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്ന്. കായ് തരാന്ന് പറഞ്ഞ ആദ്യം നിങ്ങൾ ഞമ്മളെ പറ്റിച്ച്, പിന്നെ നിങ്ങളെ കെട്ടിയോ ഞമ്മളെ പറ്റിച്ച്. എന്നിട്ട് ഈ നിമിഷം വരെ നിങ്ങൾക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യവും ഞമ്മളാരും ചെയ്തിട്ടില്ല. അത് ഞമ്മളെ മര്യാദ. ദേ, അപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരം നിങ്ങളെ മോളെ കണ്ടെത്തിയ വിവരം പറയാനാ ഞമ്മൾ ഇങ്ങോട്ട് വന്ന്. അപ്പൊ നിങ്ങള് പേ പിടിച്ച പട്ടീനെ പോലെ അറാമ്പറപ്പ് കാണിക്കുന്നത് ശരിയാണോ? എടോ, തന്നോടല്ലേ പറഞ്ഞ മര്യാദയ്ക്ക് സംസാരിക്കണം. ശ്രീനി, ദേവി ഇത് പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ സംസാരിച്ചോളാന്ന്. ആ, സംസാരിക്ക. ഞാൻ കേൾക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്കിപ്പൊ എന്താ അറിയണ്ടേ? എന്റെ മോള് തിരിച്ചു വന്ന കാര്യമാണോ? അതെ, അവള് വന്നു. അവൾ ഒറ്റയ്ക്കല്ല വന്നത്, കൂടെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ആദിത്യനും ഉണ്ടായിരുന്നു. അവന്റെ കൂടെയായിരുന്നു അവൾ ഇത്രയും കാലം. അവര് തമ്മിൽ ഇഷ്ടത്തില്ല. ഞങ്ങൾ അവരുടെ വിവാഹം ഉറപ്പിച്ചു. ഇനി നിങ്ങൾക്ക് എന്താ അറിയാനുള്ളത്? അക്രം ബലാലി ശുക്ര. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഫാത്തിമ? ഞമ്മള് പറഞ്ഞത് നേരല്ലേ? ഇവര് വീട്ടുകാരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയല്ലേ ഇത്? ഇവിടെ ഇപ്പൊ കളിയുടെ കാര്യം എന്താ? ഞങ്ങൾ ഞങ്ങളുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചു. എന്താ, ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ലേ? കല്യാണം നിശ്ചയിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, സമ്മതിച്ചു. പക്ഷേ അത് മുടക്കാൻ ഞങ്ങൾക്കും അധികാരമുണ്ട്. അവളെ ഞങ്ങളുടെ ഷാനുവിന്റെ പെണ്ണ. ഞങ്ങളോട് ചോദിക്കാതെ അവളുടെ കല്യാണം ഉറപ്പിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ശ്രീനി, കേൾക്കുന്നില്ലേ ഇതൊക്കെ? കേൾക്കാതിരിക്കാൻ ഞാൻ പൊട്ടണമെന്നല്ലോ. പിന്നെന്താ ഒന്നും മിണ്ടാത്തെ? ഞാനൊന്നും മിണ്ടാനാ. നമ്മൾ പറയുന്നത് നമ്മുടെ ന്യായം, അവര് പറയുന്നത് അവരുടെ ന്യായം. അതാണ്. കെട്ടിയോക്ക് ബോധമില്ലെങ്കിലും കെട്ടിയോന് അതുണ്ട്. ന്യായവും അന്യായവും കേട്ടാ ഇങ്ങേർക്കത് പിടികിട്ടും. ശ്രീനി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ദേവി ഇത് ഞങ്ങളെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം. നിങ്ങൾക്ക് മാത്രം മനസ്സമാധാനം മതിയോ കളക്ടറെ? അതെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് കാലം എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്റെ മോൻ പോയതിനു ശേഷം ഞാൻ നേരെ ചൊവ്വയൊന്നും ഉറങ്ങിയിട്ടില്ല. അതിന് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളുടെ മകനെ ഞങ്ങളൊന്ന് കണ്ടിട്ട് കൂടിയില്ല. ഓ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെ മോള് കണ്ടിട്ടുണ്ടല്ല. മോള് കാരണല്ലേ ഓയെ ഒതകാതെ പോയി മയ്യത്തായത്. അപ്പ അതിന് ഉത്തരവാദികൾ ആരാ? പറ, നിങ്ങൾ പറ. ദേ,
ഇപ്പൊ കഴിഞ്ഞതെല്ലാം പുഷ്പം പോലെ മറന്ന് ഓളെ വേറെ ബന്ധം കണ്ടുപിടിച്ച് കെട്ടാൻ പോന്നു. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഓളെയും കാമുവിനെ കറങ്ങാൻ അയച്ചു വിട്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? വേറെ വഴിയില്ലല്ലോ പോക്കറെ. വഴിയുണ്ടോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. വേണ്ടി വന്നാലേ ഞങ്ങൾ ആ ചെക്കന്റെ വീട് തേടി പോവും. അവിടെ ചെന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയും. എല്ലാം കേട്ടിട്ട് അവര് തീരുമാനിക്കട്ടെ ഈ കല്യാണം വേണോ വേണ്ടയെന്ന്. അയ്യോ, ചതിക്കരുത് ദേവീത്. ഞങ്ങളുടെ മോളുടെ ജീവിതം തകർക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളെ ഞമ്മക്ക് വിശ്വാസമില്ല കളക്ടറെ. നിങ്ങക്ക് ഓന്തിന്റെ സ്വഭാവ തരാതരം പോലെ നിങ്ങളിങ്ങനെ മാറ്റി പറയും. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ പുതിയ പുതിയ ഐഡിയ ആയിട്ട് വരേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്താന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ആർക്ക് വേണം നിങ്ങളെ നക്കാപ്പിച്ച? ഇനി ചെറുകിട ബലപേശനൊന്നും നമ്മളില്ല. നമ്മളെ ഷാനൂന് അവകാശപ്പെട്ട എന്തും നമുക്ക് കിട്ടണം. അവകാശപ്പെട്ടതോ? അതെ, അവൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ മുഴുവൻ സ്വത്തും അവൻ അവകാശപ്പെട്ടതല്ലേ? അതെ, ഓൻ മയ്യത്തായ സ്ഥിതിക്ക് ഓൻ അവകാശപ്പെട്ട പാതി സ്വത്ത് നിങ്ങൾ ഈ പാവം പെണ്ണിന്റെ പേരിൽ എഴുതി വെക്കണം. നിങ്ങള് എന്ത് മര്യാദകേടായി പറയുന്നേ? ഇതിൽ പര ഒരു മര്യാദ നിങ്ങൾ അർഹിക്കുന്നില്ല. വല്ലവന്റെയും കൂടെ കറങ്ങി നടന്ന ഒരു പെണ്ണിനെ അതെല്ലാം മറച്ചു വെച്ച് വേറൊരുത്തന്റെ തലയിൽ കെട്ടിവെക്കണമെങ്കിൽ ഇങ്ങനൊക്കെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അത് നാട്ടു നടപ്പല്ലേ ഫാത്തിമ? അവരച്ചിയും നായരും കൂടി എന്താ വെച്ചാ തീരുമാനിക്കണം. പാവങ്ങൾ ഓർക്ക് കുറച്ച് സമയം ഞമ്മക്ക് അനുവദിച്ചു കൊടുക്കാം. ഒന്നുമില്ലേലും ഓല് ഞമ്മളെ ഷാനുവിന്റെ ബന്ധുക്കളല്ലേ. പോട്ടെ കളക്ടറേഴ്സ്. അക്രം ബലാലി ശുക്രാ. വാ. ശ്രീനി എന്താ ഒന്നും പറയത്തെ? ഓരോ ദിവസം കഴിയുന്തോറും കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യും ആദി? എല്ലാം വിളിച്ചു പറഞ്ഞ് ഈ ഊരാ കൊടുക്കുന്ന രക്ഷപ്പെട്ടാലോ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും. പക്ഷേ മുത്തശ്ശിയുടെ മുഖം ആലോചിക്കുമ്പോൾ എന്റെയും പ്രശ്നം അത് തന്നെയാടോ. മുത്തശ്ശിയുടെ മനസ്സ് തകർക്കാൻ എനിക്ക് വയ്യ. ആ പാവം നമുക്ക് വേണ്ടി എന്തെല്ലാം സഹിക്കുന്നു. തന്റെ ചേച്ചി അളിയനും ഇത്രയും കുറ്റപ്പെടുത്തിയിട്ടും മുത്തശ്ശി ഒരു വാശി പോലെ പിടിച്ചു നിൽക്കുന്ന കാണുമ്പോ ഇത് വാശിയല്ല, വ്രതോ. പക്ഷേ ആ വ്രതം നമുക്കൊരു ശാപം. താൻ പറഞ്ഞ 100% സത്യമാ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ കുരുക്കിലേക്കാണ്. പക്ഷെ രക്ഷപ്പെട്ടല്ലേ പറ്റൂ. താനെന്താ ആലോചിക്കുന്നേ? ഞാനായതിനൊക്കെ കാരണമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അതിന് ആദ്യ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിലും ഞാൻ തൻ്റെ കൂടെ കൂടിയോണ്ടല്ലേ ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. പൂജ